നമസ്കാരം കൂട്ടുകാരെ. UK യങ് പ്രൊഫഷണൽ വിസയുടെ ഡൗട്ട്സ് ചോദിച്ച് കുറേ അധികം സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിപിൻ, വെൽക്കം ടു UK മല്ലു വൈബ്സ്. അപ്പോൾ പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, ഡിഗ്രി ഫെയിലായിപ്പോയി, ഡിഗ്രിക്ക് വലിയ മാർക്കില്ല, ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, വലിയായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്, UK സ്റ്റുഡൻസ് തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വന്ന് അവിടെ ബുദ്ധിമുട്ടാവില്ലേ, ഞങ്ങൾക്ക് ജോലി കിട്ടില്ല അവിടെ, അതുപോലെ കെയർ ഹോം ജോലി ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് 17 to 20 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് UK വരുന്നത്. അപ്പോൾ അവർക്ക് 20 മണിക്കൂർ ഒരു ആഴ്ചയിൽ ചെയ്യാൻ പറ്റത്തുള്ള ജോലി. അപ്പം ഒരു ജോലി കൊടുക്കുന്ന സ്ഥാപനം, അതായത് കെയർ ഹോം ആയാലും വെയർ ഹൗസ് ആയാലും കമ്പനീസ് ആയാലും ആരായാലും, അവർ നോക്കുമ്പം ഈ 2 ഫുൾ ടൈമർ ജോലി ചെയ്യുന്നതിന് പകരം ഒരു 5 സ്റ്റുഡൻസ് ജോലി കൊടുക്കേണ്ടി വരും. കാരണം അവർക്ക് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂടാതെ അവർക്ക് ക്ലാസ് ഉണ്ട്, പ്രോജക്റ്റ് വർക്ക്സ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ അവർ ആ സമയം ലീവ് എടുത്ത് പോകും. അതുകൂടാതെ അവർക്ക് പേപ്പർ വർക്ക് 5 പേർക്ക് പഠിപ്പിക്കണം, അവരുടെ ട്രെയിനിങ് കൊടുക്കണം, ഷാഡോ കൊടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വേറെ. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഫുൾ ടൈമേഴ്സിന് ജോലി കിട്ടും, മറ്റുള്ളവരെ ആരും അങ്ങനെ എടുക്കാത്തത്. കൂടാതെ നിങ്ങൾക്ക് UK ചെറിയ തുകയിലേക്കാണ് വിസ കിട്ടുന്നത്. നിങ്ങൾക്ക് വന്ന് കെയർ ഹോം ജോലി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിൽ, നിങ്ങളുടെ പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടും. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ഇവിടെ അവരവരുടെ പ്രൊഫഷനിൽ ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞാൽ, ജോലി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എല്ലാ പ്രൊഫഷനിലുള്ളവർക്കും ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അതാത് കമ്പനീസിന് ചിലപ്പം ലൈസൻസ് ഇല്ല വിസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ വിസ കിട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ UK ജോലി നിർത്തി പോകുന്നതും അതല്ലെങ്കിൽ കെയർ ഹോം ജോലിയിലേക്ക് പോകുന്നതും. അവർക്ക് വിസ സ്പോൺസർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഡിഗ്രി ജയിക്കാത്തവരും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അത് റിജക്ഷൻ ആവുകയുള്ളൂ. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ 5-6 ലക്ഷം പേര് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിൽ നിന്ന് 1500 പേരെ ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ എന്തുവല്ല റിജക്ഷൻ ആയി പോകും. കാര്യം ഒരുപാട് ആളുകൾ ഗൾഫിനും അവിടെ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരും പ്രൊഫഷണലായിട്ട് സ്കിൽഡ് ജോബിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ട്, റേഡിയോളജിസ്റ്റും നേഴ്സുമാരും അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ അവർക്കായിരിക്കും കോമൺ ആയിട്ട് പൊതുവെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. കാരണം നറുക്കെടുപ്പിലൂടെ എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസും 5-6 കൊല്ലത്തെ എക്സ്പീരിയൻസും ഒരേ ഫീൽഡിൽ തന്നെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ വളരെ നിങ്ങൾക്ക് പ്രയോറിറ്റി ആയിരിക്കും, മാക്സിമം നിങ്ങൾക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ലക്കാണ് പ്രധാനം. അപ്പോൾ ബൈ. ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.